Hi dear students, welcome to the online platform of KTCT College of Arts and Science. I am Ansia, Assistant Professor in Physics, Department of Mathematics. I am here for the third semester B.Sc Mathematics students, complementary paper Physics. The subject title is Optics, Magnetism and Electricity. We already completed the chapter Laser and Fiber Optics. Here we are going to start the chapter Interference. The syllabus portions are Analytical Treatment of Interference, Theory of Interference Fringes and Bandwidth, Interference in Thin Films for Reflected System, Color of Thin Films, Fringes of Equal Inclination and Equal Thickness, Newton's Ring for Reflected System and Measurement of Wavelength and Refractive Index of Liquid. We know interference is a property of light. To explain this property of light or to explain the interference, we have to consider light as a wave. അപ്പോൾ ലൈറ്റ് ഒരു റേ ആണ് എന്നൊരു കൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് അറിയാമായിരുന്നത്. ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു വേവ് ഫോമിലാണ് എന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ക്രിസ്റ്റീൻ ഹൈജീൻസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. In 1680, Christine Huygens suggested that light propagates in the form of waves. പക്ഷേ ഈ ക്രിസ്റ്റ്യൻ ഹൈജിൻസിൻ്റെ വേവ് തിയറിക്ക് ആദ്യമൊന്നും അക്സെപ്റ്റൻസ് കിട്ടിയില്ല. സയൻറ്റിസ്റ്റുകൾ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അവർ പറഞ്ഞത് വേവ്സിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. ലൈറ്റ് റേസ് വാക്വത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേവ് തിയറിക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നില്ല. But later, തോമസ് യങ് പ്രൊവൈഡഡ് സ്ട്രോങ് സപ്പോർട്ട് ടു ദി വേവ് തിയറി. തോമസ് യങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഈ ഒരു വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ദ വേവ് തിയറി ഓഫ് ലൈറ്റ് റിസീവ്ഡ് ദി ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഇൻ 1801 ഫ്രം ദി ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ തോമസ് യങ്. പിന്നെ അതിനുശേഷം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ലൈറ്റിൻ്റെ പല പല പ്രോപ്പർട്ടീസ് ഈ ഒരു വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഫൈനലി ദ വേവ് മോഡൽ വാസ് അക്സെപ്റ്റഡ്, ദ വേവ് തിയറി വാസ് അക്സെപ്റ്റഡ്. അതുപോലെ തന്നെ ലൈറ്റ് വേവ്സ് വാക്വത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഇലാസ്റ്റിക് മീഡിയം ഉണ്ടെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, വിച്ച് ഈസ് കാൾഡ് ലൂമിനിഫറസ് ഈതർ. അപ്പോൾ അങ്ങനെ ഒരു ഈതർ മീഡിയം ഈ യൂണിവേഴ്സിൽ എല്ലായിടത്തും ഉണ്ട്, ഈവൻ ഇൻ വാക്വം. സോ ലൈറ്റ് വേവ്സ് ക്യാൻ ആൾസോ ട്രാവൽ ത്രൂ വാക്വം. സോ വാട്ട് ഈസ് എ ലൈറ്റ് വേവ്? വി ക്യാൻ എക്സ്പ്ലെയിൻ. എ ലൈറ്റ് വേവ് ഈസ് എ harmonic electromagnetic wave consisting of periodically varying electric and magnetic fields oscillating at right angles to each other and also to the direction of the wave. അപ്പോൾ ലൈറ്റ് വേവിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ലൈറ്റ് വേവ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതായത് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് വിച്ച് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇവിടെ ഈ ഒരു ഫിഗറിൽ റെഡ് വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിനെയും ബ്ലൂ വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും. ഓക്കെ, അതുപോലെ തന്നെ ഒരു വേവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസാണ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. വി ഓൾറെഡി നോ ക്രസ്റ്റ് ഈസ് ദി ഹയർ ആംപ്ലിറ്റ്യൂഡ് പോർഷൻ വെയർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാവ് ദി മാക്സിമം വാല്യൂ ആൻഡ് ട്രഫ് ഈസ് ദി ലോവർ പോർഷൻ ഓഫ് എ വേവ്. And what is a wavelength? Wavelength is the distance between the corresponding points such as two successive crest or two successive trough of a wave, which is called a wavelength. It is the length of a wave. Then the term phase. What do you mean by phase? Phase of a wave. Phase means which is a particular point in time on the cycle of a waveform measured as an angle in degrees. ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ആ വേവിൻ്റെ ഫേസ് എത്രയാണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് വരെ അത് സഞ്ചരിച്ചത് എത്ര ഡിഗ്രിയാണ് എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഫേസ്. അപ്പോൾ ഒരു വേവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെയുള്ള ടോട്ടൽ ഫേസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അറ്റ് എ ടൈം അതിന് എത്ര ആംഗിളാണ് അത് സഞ്ചരിച്ചത് എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഫേസ്. Then what do you mean by phase difference and coherence? അപ്പോൾ ഇവിടെ
കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫിഗർ എ കൺസിഡർ ചെയ്യുക. അവിടെ നമ്മൾ 2 വേവ്സാണ് എടുക്കുന്നത്, വേവ് നമ്പർ 1 ആൻഡ് വേവ് നമ്പർ 2. ഇവിടെ നോക്കുക, വേവ് നമ്പർ 1ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും വേവ് നമ്പർ 2ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും 0 ഡിഗ്രിയിൽ തന്നെയാണ്. ആ 2 വേവ്സും സഞ്ചരിക്കുന്നത് ഒരേ ഫേസിലാണ്. അതായത് ആ 2 വേവ്സിൻ്റെയും ഏതെങ്കിലും അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണ്. വേവ് നമ്പർ 1ൻ്റെ ഒരു പോയിൻറ്റും വേവ് നമ്പർ 2ൻ്റെ ഒരു പോയിൻറ്റും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, ഒരേ ഫേസിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ വി ക്യാൻ സേ വേവ്സ് 1 ആൻഡ് 2 ആർ ഇൻ ഫേസ്. ഇനി ഫിഗർ ബി കൺസിഡർ ചെയ്യുക. അവിടെ വേവ് നമ്പർ 3 ആൻഡ് വേവ് നമ്പർ 4. അപ്പോൾ അവിടെ നോക്കുക, വേവ് നമ്പർ 3യുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലും വേവ് നമ്പർ 4ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയിലുമാണ്. അതായത് ഫസ്റ്റ് വേവ് നമ്പർ 3യുടെ ക്രസ്റ്റ് വരുന്ന പോർഷനിൽ വേവ് നമ്പർ 4ൻ്റെ ട്രഫാണ് വരുന്നത്. അവ തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ആ വേവിൻ്റെ ഏതൊരു കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്താലും അവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 വേവ്സാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവ തമ്മിൽ നമ്മൾ പറയും ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഫേസ്. വേവ്സ് 3 ആൻഡ് 4 ആർ ഇൻ ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ എന്താണ് ഇൻ ഫേസ് ആൻഡ് ഓപ്പോസിറ്റ് ഫേസ് എന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എന്താണ് കൊഹറൻസ് എന്ന് നോക്കാം. ഇഫ് 2 or more waves maintain a constant phase difference over a long distance and time, then they are said to be coherent. അതായത് 2 അതിലധികമോ വേവ്സ് സഞ്ചരിക്കുന്ന ദൂരം മുഴുവനും ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് കൊഹറൻറ്റ് വേവ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഫിഗർ എയിലെ വേവ് നമ്പർ 1 ആൻഡ് 2 നമ്മൾ പറഞ്ഞു, അവിടെ ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ എല്ലാ പോയിൻറ്റ്സിലും അല്ലെങ്കിൽ ആ സഞ്ചരിക്കുന്ന ദൂരം മുഴുവനും ഒരേ ഫേസ് ഡിഫറൻസ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് വേവ് നമ്പർ 1 ആൻഡ് 2 ആർ കൊഹറൻറ്റ് വേവ്സ്. അവ രണ്ടും കൊഹറൻറ്റ് വേവ്സ് ആണെന്ന് വിളിക്കാം. അതുപോലെ ഫിഗർ ബിയിലെ വേവ് നമ്പർ 3 ആൻഡ് 4 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും അത് സഞ്ചരിക്കുന്ന ദൂരം മുഴുവൻ ഒരേ ഫേസ് ഡിഫറൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് എല്ലാ പോയിൻറ്റ്സും കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കൊഹറൻറ്റ് വേവ്സ് എന്ന് വിളിക്കാം. ഇൻ ഫേസ് ആണെങ്കിലും ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിലും ഫേസ് ഡിഫറൻസ് എല്ലാ പോയിൻറ്റിലും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവയെ നമുക്ക് കൊഹറൻറ്റ് വേവ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇനി എന്താണ് ഇൻകൊഹറൻറ്റ് വേവ്സ്? അപ്പോൾ 2 waves of different frequency can never maintain a constant phase difference. 2 വേവ്സിൻ്റെയും ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരേ ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള 2 വേവ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവയെ നമുക്ക് ഇൻകൊഹറൻറ്റ് വേവ്സ് എന്ന് വിളിക്കാം. ഇവിടെ ഫിഗർ സിയിലെ വേവ് നമ്പർ 5 ആൻഡ് വേവ് നമ്പർ 6 കൺസിഡർ ചെയ്താൽ നമുക്കറിയാം രണ്ടിൻ്റെയും ഫ്രീക്വൻസി നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ് ഒരു ഫേസ് ഡിഫറൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ദീസ് 2 വേവ്സ് ആർ സെഡ് ടു ബി ഇൻകൊഹറൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന കുറേ ടേംസ് ആണ് ഫേസ് ഡിഫറൻസ്, കൊഹറൻസ് ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.